ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ സാധാരണ പോലെ തന്നെ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റുണ്ടായിരുന്നു. എണീറ്റ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. റഫീഖ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ റഫീഖ തിരിച്ച് വരുന്നത് വരെ എനിക്ക് സമയമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമസ്കാരത്തിന് ശേഷം കുറച്ച് സമയം ഖുർആനൊക്കെ ഒന്ന് ഓതി ഇരിക്കും. ആ ഒരു ടൈമാണ് കേട്ടോ ഇപ്പോൾ. ഇനിയിപ്പം റഫീഖ വന്നതിന് ശേഷം നമ്മൾ നടക്കാൻ പോവുകയാണ്. ഒരു 5:35 5:40 കൂടിയിട്ട് റഫീഖ എത്തും കേട്ടോ. ഈ ഒരു ടൈമില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടൈമാണ് കേട്ടോ. ഏറ്റവും മടിയുള്ളൊരു ടൈമും കൂടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. കാര്യം നമുക്ക് എണീക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എണീറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ, എണീറ്റ് ശീലമായി എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. ഭയങ്കര റിലാക്സ് ആകും. നമ്മളെ മൈൻഡൊക്കെ നല്ല സെറ്റാവുന്ന ഒരു ടൈമാണ് കേട്ടോ. കാരണം നമ്മൾ നമസ്കാരവും കാര്യങ്ങളും പ്രയർ എല്ലാം വരുമ്പോൾ തന്നെ നമ്മളെ മൈൻഡൊക്കെ നല്ല ഫ്രീ ആയി എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറി ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേ സമയം ഖുർആൻ ഓതുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയോ നമ്മളെ എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്തൊക്കെയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു ഫീലും കൂടെ എനിക്ക് വരലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ നല്ല ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് പറ്റലുണ്ട്. ഇനിയിപ്പോൾ ഇത് റഫീഖ വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത് അടുത്തതാണ് കേട്ടോ. പിന്നെ വരുന്നത് എനിക്ക് അടുത്ത ഇഷ്ടമുള്ളൊരു കാര്യം ഇതാണ്, നടക്കാൻ പോവുക എന്നുള്ളത് കേട്ടോ. ഇതും വേറൊരു ലെവലാണ് കേട്ടോ. ഒന്ന് ഞങ്ങൾ രണ്ടാളും പോകുന്നു എന്നുള്ളത് കാര്യം നമ്മളെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കാര്യങ്ങളും എല്ലായിട്ട് പിന്നെ അവിടെ ചെന്നാലും കുറേ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നടത്തം തുടങ്ങിയിട്ട് കുറച്ച് സമയമായി കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് വെളിച്ചമൊന്നും ഉണ്ടാവില്ല, മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇരുടായിരിക്കും. കുറേ പേരുണ്ട് കേട്ടോ, അവിടെ ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തീരാനായിട്ടുണ്ട് കേട്ടോ, നിർത്താനായിട്ടുണ്ട്. ഞാനൊരു കുറച്ച് റൗണ്ട് ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2 റൗണ്ട് ഫുള്ളായിട്ട് ഓടുകയും ചെയ്യും. എന്നിട്ട് പിന്നെ അങ്ങ് നിർത്തുകയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ ജിമ്മിലെ അതിൽ കയറിയിട്ട് കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ റഫീഖയും അപ്പുറത്തുണ്ട് കേട്ടോ. റഫീഖ ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ശരിക്കും നമ്മൾ നടന്നു വരുമ്പോൾ റഫീഖാൻ്റെയും എൻ്റെയും വേഗത നല്ല ഡിഫറൻസ് ഉണ്ടാവും വേഗതയിൽ. അപ്പോൾ റഫീഖയ്ക്ക് എന്നെ വിട്ടിട്ട് പോകാനും പറ്റില്ല, കാരണം ഇരുടാണ്. പിന്നെ പട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വിട്ടിട്ട് പോകാനും കഴിയില്ല. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, ഗ്രൗണ്ടല്ലേ, ആളുകളും ഉണ്ട്, മാത്രമല്ല പട്ടി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നടക്കും എൻ്റെ വഴിക്ക്, റഫീഖാൻ്റെ വഴിക്ക് നടക്കും കേട്ടോ. എന്തായാലും നമ്മളെക്കാൾ സ്പീഡ് അവർക്കായിരിക്കും അല്ലേ. ഇനി നമ്മുടെ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ അംഗം ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി
നമുക്ക് കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നടന്ന് തിരിച്ചെത്തുമ്പോഴത്തേക്കും 7 മണി ആവുന്നുണ്ട് കേട്ടോ. കുറച്ച് അധികം നിന്നാൽ പിന്നെയും 7:30 ആവുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ദിവസമൊക്കെ അങ്ങനെ നിൽക്കലുണ്ട്, റഫീഖക്കും പോകണ്ടാത്ത ദിവസമൊക്കെ. അപ്പോൾ റഫീഖക്ക് പോകേണ്ട ദിവസമൊക്കെ നമുക്ക് അങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കും വീഡിയോ എടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ടൈമിൽ എത്തേണ്ടതായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ വേഗം വരും. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു മിക്സിങ് കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പല പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതില്ലേ നമ്മുടെ ഇൻഡസ് വാലിയിൽ നിന്ന് വന്നിട്ടുള്ള പുതിയ പാത്രങ്ങളാണ് കേട്ടോ. ഇത് കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. 3 പാത്രങ്ങൾ ഇതിൽ വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഒരു കടായി വരുന്നുണ്ട് സ്റ്റീലിൻ്റെ, പിന്നെ ഒരു ഫ്രൈ പാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സോസ് പാനും വരുന്നുണ്ട്. ഇത് 3ആണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണ് കേട്ടോ. ഇൻഡസ് വാലിൻ്റെ പാത്രത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, എപ്പോഴും ഞാൻ പറയുന്നതാണ്, നിങ്ങളെൻ്റെ വീഡിയോയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഇതാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഏത് ഇൻഡസ് വാലിൻ്റെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിലും പിന്ന് കമൻറ്റിലും ഉണ്ടാവട്ടെ അതിൻ്റെ ഡീറ്റെയിൽസ്. അതിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത്, അതിൽ കാണാത്തത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് കിട്ടും. ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് നമ്പർ 1 ഹെൽത്തി കുക്ക് വെയർ ആണ് കേട്ടോ. 100% ഹെൽത്തി കുക്ക് വെയർ ആണ്. 3 ലെയർ കോട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അടിയിൽ ഒന്നും പിടിക്കുകയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാലോ നമുക്ക് കഴുകാനൊന്നും ഒരു പേടിയില്ലാതെ, സ്ക്രാച്ച് വീഴുക അങ്ങനത്തെ ഒരു പേടിയില്ലാതെ നല്ല ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇതിൻ്റെ മേഡിൽ ഒരു കെമിക്കൽ കോട്ടിങ്ങും ഇവർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ടോക്സിൻ ഫ്രീ ആണ്, ISO സർട്ടിഫൈഡ് ആണ് കേട്ടോ. കുട്ടികളുടെ ഹെൽത്തിനൊക്കെ സേഫ് ആയിട്ടുള്ള കുക്ക് വെയർ ആണ് കേട്ടോ. ഇൻഡസ് വാലിയിലെ എല്ലാ കുക്ക് വെയറും ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് കുറേ പേര് എൻ്റെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന പാത്രം കണ്ടിട്ട് കുറേ പേര് ഓർഡർ ആക്കലുണ്ട്. എന്നെ പേഴ്സണലായിട്ടൊക്കെ വിളിച്ചിട്ട് അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എന്തായാലും വാങ്ങിച്ചോ. ഇവരുടെ പാത്രങ്ങൾക്കെല്ലാം ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ വരുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന പാത്രങ്ങൾ നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങാം കേട്ടോ. അത്രയും ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. അതുപോലെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ ഇതിൽ ഏത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കൂപ്പൺ കോഡ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാര്യം കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് ജംഷി 543221 എന്ന കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓൾറെഡി അവർ ഓഫർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് മറന്നു പോകല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഈസി ആയിട്ടുള്ളൊരു എഗ്ഗ് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൂരി റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എഗ്ഗ് കറിക്ക് ഞാനവിടെ സവാള, വെളിച്ചെണ്ണയിൽ സവാള ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണോ അത്രയും സവാള എടുക്കുക. നല്ല വഴന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനവിടെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ഞാനൊരു 1 കപ്പ്, 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണെങ്കിൽ 1 ഗ്ലാസ് മൈദപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ 2 കപ്പിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവയും എടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ നിങ്ങൾക്ക് 1 കപ്പിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര എന്നുള്ള കണക്കിന് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടില്ല, ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന പൂരി റെസിപ്പിയാണ്. ഞാൻ സാധാരണ നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചു തന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എണ്ണയൊന്നും ഒട്ടും കുടിക്കാത്ത പൂരിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഒരുപാടങ്ങ് ലൂസായിട്ട് വെള്ളമായിട്ട് പോകരുത് കേട്ടോ. ഇനി അങ്ങനെ ലൂസായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു ലെവലില്ലേ അതിലേക്ക് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാടങ്ങ് ടൈറ്റായിട്ടും പോകരുത്. നമ്മൾ ചപ്പാത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ പൂരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മുടെ കടായിലാണ് കേട്ടോ നമ്മൾ പൂരി ഉണ്ടാക്കാനത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതാ നമ്മുടെ
സവാള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയോ വേറെ മസാലകളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളെ കറി ഇവിടെ സെറ്റാണ് കേട്ടോ. ഇതാണ് നല്ല ഗ്രേവിയാണ് കേട്ടോ. നമ്മൾ തക്കാളി ചേർക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ഈസി അല്ലേ, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി എഗ്ഗ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നിങ്ങൾക്കില്ലേ ഇത് ഞാനിപ്പോൾ ഈ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് സവാള വഴറ്റിയെടുത്ത് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്കിത് കുക്കറിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആ സവാള വെള്ളത്തോടു കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടേസ്റ്റ് രണ്ടും സെയിം ആണ്. ഞാനിപ്പോൾ ഇതിലങ്ങ് ചെയ്തു എന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുത്തോ. അത് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുക്കുക. അപ്പം ആ എഗ്ഗിലേക്ക് മസാലയൊക്കെ പിടിക്കും. പിന്നെ ആ ഗ്രേവിയിലേക്ക് എഗ്ഗിൻ്റെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇറങ്ങാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പത്തിരീൻ്റെ കൂടെയും പൂരീൻ്റെ കൂടെയും ഒക്കെ കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര ഈസി അല്ലേ. കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ തിരക്കിട്ടിട്ട് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഈസി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ പൂരിയൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രസ്സിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയെടുത്തു കേട്ടോ. നമ്മളിങ്ങനെ റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തു. അധികമൊന്നും വേണ്ട, ഈ ഒരു വലുപ്പത്തിൽ ഈസിയാണ്. അതിങ്ങനെ എല്ലാം ഒന്ന് പ്രസ് കൊണ്ട് ആക്കി ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ട് പിന്നെ ഒന്നിങ്ങനെ റോൾ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയും ചെയ്തു. അപ്പോൾ അല്ലേ നമ്മൾ പ്രസ്സിൽ പരത്തുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള പൂരി നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്ക്. തിളച്ച എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഈ ഒരു കളറാക്കുമ്പോൾ ആക്കിയിട്ടെടുക്കുക. ഉള്ളിൽ എണ്ണയൊന്നും കയറാതെ, എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടുക. പിന്നെ അതാ നമ്മളെ കടായി നിങ്ങൾ നോക്ക്. ഇങ്ങനെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് എണ്ണ ഒഴിച്ചിട്ട് ചൂടുന്നത്. സ്റ്റീലാണ്. എന്നിട്ടും ഇങ്ങനെ പുക വരിക, ആളി ഇങ്ങനെ തീ ഓവറാവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ധൈര്യമായിട്ട് വാങ്ങിക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഇരുമ്പിൻ്റെ കടായിയൊക്കെ വരുന്നത് പോലെ തന്നെ അത്രയും കട്ടിയും കനത്തിലുമാണ് കേട്ടോ ഈ ഒരു കടായി വരുന്നത്. അതുകൊണ്ടാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ പൂരിയെല്ലാം ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ചിങ്ങനെ ഓയിലിങ്ങനെ ആക്കി കൊടുത്താൽ അതിങ്ങനെ പൊങ്ങി വന്നോളൂ കേട്ടോ. ഫ്ലെയിം കുറച്ച് വെക്കുക വേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഓരോന്നും ചുട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാലാണ് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടുക. പിന്നെ പൂരി നെയ്പ്പത്തിരി അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കറിയൊക്കെ ആക്കിയതിന് ശേഷം കഴിക്കാൻ തുടങ്ങുമ്പോൾ വേണം ഉണ്ടാക്കാൻ കേട്ടോ. അല്ലാണ്ട് ഈ പൂരിയും നെയ്പ്പത്തിരിയൊന്നും എന്തായാലും കുറേ സമയമൊന്നും ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൂടോട് കഴിക്കേണ്ട ഫുഡല്ലേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി. പൂരിയാണെങ്കിലും നെയ്പ്പത്തിരി ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ നല്ല ചൂടാട്ടോ. ഇതിൻ്റെ ഉൾഭാഗം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് നിങ്ങൾക്ക്. ഉള്ളൊക്കെ നല്ല കുക്കായി ശരിക്കും ഈ ഒരു ഹൈ ഫ്ലെയിമിൽ ഈ ഒരു കളറാകുന്നത് വരെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ ഉള്ളൊക്കെ കുക്കായി നല്ല ടേസ്റ്റുള്ള പൂരിയാട്ടോ നമുക്ക് കിട്ടുക. പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഇതുവരെ റെഡിയായി വരാത്തവർ, എണ്ണ കുടിക്കുന്നവർ, പൊങ്ങി കിട്ടാത്തവർ, അങ്ങനെയൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പൂരിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചായയും കൂടെ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളെ കല്യാണിച്ച് പണിക്കുണ്ട് കേട്ടോ. തെങ്ങ് നോക്കാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ രാവിലെ റഫീക്ക ചായ കുടിച്ചിട്ടില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചായ ഇട്ടതാണ് കേട്ടോ. റഫീക്കും വാവക്കും കല്യാണിച്ചും കൂടെ കുറച്ച് ചായ ഇട്ടതാണ്. അപ്പോൾ അതും കൂടെ റെഡിയായാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ
ഇപ്പോൾ നടന്നൊക്കെ വന്നിട്ട് വേഗം കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഒന്നാമത് നല്ല വിശപ്പായിരിക്കും, കാരണം നമ്മൾ ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നതല്ലേ, പിന്നെ വൈകുന്നേരം ഫുഡ് കഴിച്ച് നിർത്തിയതുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആ ഒരു സമയത്ത് എത്തുന്നതുകൊണ്ട് തന്നെ എന്ത് പണി ചെയ്യുകയാണെങ്കിൽ വേഗം വേഗം ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പോകും. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയും നിൽക്കാതെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി റഫീഖാക്ക് ഫുഡ് കൊടുക്കട്ടെ, കൂടെ തന്നെ നമുക്കും ഫുഡ് കഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ കല്യാണിച്ചുണ്ട് എന്ന്, അപ്പോൾ കല്യാണിച്ചിനെയും കൂടെ ഒന്ന് വിളിച്ചിട്ട് വരണം. അപ്പം ഇന്ന് കല്യാണിച്ചി ഉച്ചവരെ പണിക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെങ്ങൊക്കെ തുറന്നിട്ട് വളം ഇട്ടിട്ട് ഇന്ന് പോവാം. ബാക്കിയുള്ള ചെത്തലും കാര്യങ്ങളും അതൊക്കെ നാളെ ചെയ്യാം, അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തല്ലേ തെങ്ങ് തുറക്കുക, വളമിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ മഴ മാറുന്ന ആ ഒരു സമയത്ത്, എന്നാൽ ചെറുതായിട്ട് ഒരു മഴയൊക്കെ കിട്ടുകയും വേണം വളം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ തോട്ടതാ കാടൊക്കെ കയറി പുല്ല് അങ്ങനത്തെ ഒക്കെ ചെത്താനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നാളെ ആയിരിക്കും ഇനി ചെയ്യാം. തെങ്ങ് തുറക്കാൻ അറിയുമെന്നോ? അറിയാത്തവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം. വളപ്പ കൊണ്ടുവരും. റഫീഖ് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പൊ കൊണ്ടുവരിക്കും. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഞാൻ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ ലഞ്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്നലെ രാത്രി ചപ്പാത്തിയിലേക്ക് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വാവക്കുള്ള മീൻകറി ഉണ്ട്. ഞാൻ കുറച്ച് പയർ ഉപ്പേരി വെച്ചു. ഇപ്പോൾ ഇതാ ഇപ്പോൾ കിച്ചണിലെ പണികൾ കഴിഞ്ഞു. അപ്പോൾ കിച്ചണൊന്ന് നീറ്റാക്കട്ടെ. പൂരി ഉണ്ടാക്കിയാൽ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും അവിടെ ഒന്ന് എണ്ണയാവും കേട്ടോ. അത് പിന്നെ തുടച്ചെടുക്കാൻ നല്ല പണിയാവും. അപ്പോൾ അതാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ക്ലോത്തിൽ എന്തെങ്കിലും ലിക്വിഡ് ആക്കിയിട്ടൊന്ന് തുടച്ചെടുക്കും. ഒന്നുകൂടെ ഒന്ന് അത് പിഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കും. എന്നിട്ട് നല്ല ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ നല്ല വെട്ടിത്തിളങ്ങുന്ന കൗണ്ടർ ടോപ്പ് ആവും കേട്ടോ, എണ്ണമയം ഒന്നുമില്ലാതെ. അപ്പോൾ ഇന്ന് നമുക്ക് 2 ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ റഫീഖ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും വെള്ളിയാഴ്ച കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ റഫീഖ പള്ളിയിൽ പോയിട്ട് എന്നെ കൂട്ടാൻ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മുമ്പ്, റഫീഖ വരുന്നതിന് മുമ്പ് എനിക്കൊന്ന് ടൗണിൽ പോകണം. ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും റഫീഖ വരും കേട്ടോ. എന്നിട്ട് റഫീഖാൻ്റെ കൂടെ നമുക്ക് ഒരു ഫംഗ്ഷന് പോകണം. അതിന് ശേഷം വേറൊരു ഫംഗ്ഷനും കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറി അവിടെ ആക്കി വെച്ചത്. ഇനിയിപ്പോൾ കല്യാണീച്ചും പണിക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി ആക്കി വെച്ചു. പിന്നെ എന്തെങ്കിലും ഉപ്പേരിയും കൂടെ ആക്കി വെച്ചാൽ പിന്നെ അവർക്ക് രണ്ടാക്കുമ്പോൾ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കല്യാണീച്ചി ഉച്ചവരെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വാവക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ആക്കേണ്ട കാര്യമില്ല. ഇനി കിച്ചണ് നമ്മൾ എപ്പോഴും കുക്കിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്ര എഫേർട്ട് എടുക്കേണ്ടി വരില്ല. നമ്മളിത് അവിടെ ഇട്ട് പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അത് ഇരട്ടിപ്പണിയാവും നമുക്ക്. അതിലൊക്കെ ഉണങ്ങിപ്പിടിച്ച് അവിടെ അങ്ങനെ പിന്നെ നമുക്ക് മടിയും കയറി വരും കിച്ചൺ കാണുമ്പോൾ. അപ്പോൾ ഞാൻ കഴിയുന്നതും കിച്ചൺ വേഗം അങ്ങ് നീറ്റാക്കി ഇടലുണ്ട്. കിച്ചൺ ടേബിള് അങ്ങനത്തെ ഏരിയകളൊക്കെ നമ്മൾ വേഗം റെഡിയാക്കി ഇട്ടാൽ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല കേട്ടോ.
അങ്ങനെ കിച്ചൺ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിൽ പണികളൊന്നുമില്ല, കിച്ചൺ നീറ്റാക്കി. പിന്നെ ഇനിയിപ്പം ഒരു തട്ടിക്കൂട്ട് അടിച്ചുവാരലും കൂടെ ഉണ്ട് കേട്ടോ. എന്നും നമ്മൾ വീടൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ഇടയ്ക്ക് നമുക്കിങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. ഇന്ന് എനിക്കങ്ങനെ അടിച്ച് തുടച്ചിരിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയും കൂടെ ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി എനിക്ക് കുളിക്കാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ എക്സ്ട്രാ നമുക്ക് നിങ്ങൾ ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ, അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ ചെടി നനച്ചിട്ട് വന്നു കേട്ടോ. ഒരു ഭാഗത്ത് ചെടി നനക്കാനുണ്ടായിരുന്നു. ബോഗൺവില്ല നമ്മളന്ന് റെഡിയാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നനച്ചിട്ട് വന്നു. അപ്പോൾ അങ്ങനത്തെ എക്സ്ട്രാ ഉള്ള പണികളൊക്കെ നിങ്ങൾ കാണാത്ത പണികളോട് ഇതിൽ കയറി വരും കേട്ടോ. പിന്നെ മാത്രമല്ല ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വരും, അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ പോകുമല്ലോ. ഒരു എക്സ്ട്രാ ടൈം അതിനൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഒക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. അപ്പോൾ ഇന്ന് പോകുമ്പോഴാണ് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് അയൺ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മൾ തീരുമാനിച്ചു ഈ ഡ്രസ്സാണ് കേട്ടോ ഇന്ന് ഞാനിടുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും അതിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവില്ലേ, എപ്പോഴും ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഉണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജിൽ പോകുന്ന സമയത്താണെങ്കിലും ഒരു ഡ്രസ്സ് എനിക്ക് അങ്ങനെ ഉണ്ടാവും. അത് എവിടെ പോവുകയാണെങ്കിലും, അത് എക്സാമിനൊക്കെ ഞാൻ ആ ഡ്രസ്സാട്ടോ ഇടുക. അങ്ങനെ എനിക്കൊരു ഇഷ്ടമുള്ളൊരു ഡ്രസ്സ്. അപ്പോൾ അത് ഇട്ടാൽ കുറേ കാര്യങ്ങൾ എനിക്ക് എളുപ്പമാകുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ അങ്ങനെ കുറച്ചാലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയപ്പോൾ ഞാൻ നമ്മൾ സിന്ദൂറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് 2 ഫംഗ്ഷൻ ഉണ്ടെന്ന്. അതിലൊന്ന് ഏതാണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് സാലിഫ് ഖാൻ്റെ മോന് അപ്പൂസിൻ്റെ പള്ളിക്കൂടലാണ്. സുന്നത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഓന് ഇന്ന് പള്ളിക്കൂടലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ സിന്ദൂറിൽ. അപ്പോൾ ഞാൻ ഒരു ഫുൾ സ്ലീവിൻ്റെ ടീഷർട്ട് വാങ്ങാം, അതിലേക്കൊരു ജീൻസും വാങ്ങാം, അങ്ങനെയാണ് കേട്ടോ നോക്കുന്നത്. എനിക്ക് വലിയ ഐഡിയ ഇല്ല. പെൺകുട്ടികളത് പിന്നെ ഓക്കെയാണ്, ആൺകുട്ടികളത് എടുക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു ഏരിയ ആണുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റിയിട്ടുള്ള ഒന്ന് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പറ്റാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഏജ് പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്, ഓക്കെ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മാറ്റാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ ഒരു ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അതിലേക്കൊരു പാൻറ്റും കൂടെ നോക്കണം. അത് ചെറുതാണ്. അങ്ങനെ എല്ലാം എടുത്തു, ബില്ലാക്കി. ഞാനിവിടെ ഒരു അരമണിക്കൂറോളം റഫിക്കാനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അതിനുശേഷം നല്ലൊരു മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ നിന്നു കുറച്ച് സമയം. ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ യൂട്യൂബിലെ കമൻറ്റിന് റിപ്ലൈ തരുകയായിട്ട് ചെയ്യുക. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ കമൻറ്റിന് മുഴുവൻ റിപ്ലൈ കൊടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് അതിന് ശേഷമാണ് റഫീക്ക് എത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ പോട്ടെ, ഇനി നമുക്ക് അവിടെ അപ്പൂസിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. കാണിച്ചതാ ഗിഫ്റ്റ്, അത് കാണിച്ചതാ. എത്ര കിട്ടി? കാണിക്ക്, പൈസ എത്ര കിട്ടി?
എല്ലാരും കൊടുക്കുമ്പോ വേണ്ടാന്നൊന്നും പറയില്ല, പോക്കറ്റിലാക്കുക. കളക്ട് ചെയ്യാലേ? അയ്യോ കൊറേ ഉണ്ടല്ലോ. ഡ്രസ്സ് നല്ലുണ്ട്, നല്ല ഭംഗിയുണ്ട്. സാധാ ഇത് നമ്മൾ കാണലുണ്ട്, ജുബ്ബ കോട്ടുകൂടൊക്കെ വേറെ. ഫോട്ടോ എടുക്കൂ. എങ്ങനെയാ നിൽക്കുന്ന? തൊപ്പി പോയി, തൊപ്പി വേണ്ടല്ലേ? ഇനിയിപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കലാണ് കേട്ടോ അപ്പൂസിന്. ഇത് ശരിക്കും ഒരു രസമാണ് കേട്ടോ. സുന്നത്ത് കഴിഞ്ഞിട്ട് കുട്ടികൾ നമ്മൾ പൈസയൊക്കെ കൊടുക്കുമല്ലോ, അതവർ എടുത്ത് കളക്ട് ചെയ്ത് എടുത്തു വെക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അന്നത്തെ അവരുടെ ഡ്രസ്സ് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ചിലർ ഇങ്ങനെ പാൻറ്റും ഇതുമായിരിക്കും, ജുബയും കൂടെ ആയിരിക്കും, ചിലർ മുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ. ശരിക്കും ആൺകുട്ടികളെ ഒരു ചെറിയൊരു ഫങ്ഷൻ തന്നെയാണല്ലോ ഇത്. പെൺകുട്ടികൾക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ടാകും, പക്ഷെ ആൺകുട്ടികളെ നമ്മൾ ഇതും ഇതും എന്നല്ല, ശരിക്കും ഇതാണ് അവരത് കാണുള്ളൂ. പിന്നെന്താ, പിന്നെ അവരെ കല്യാണം, അതല്ലേ ഉള്ളൂ. അപ്പോസ് സുന്നത്ത് കഴിഞ്ഞിട്ട് വല്ലാണ്ടങ്ങ് നന്നായിട്ടൊന്നുമില്ല, എന്നാലും മാഷാ അല്ലാഹ് കുഴപ്പമില്ല, അത്ര ആയിട്ടുള്ളൂ. ഈ സുന്നത്ത് കല്യാണം അങ്ങനെയൊക്കെ ആകുമ്പോഴേ എനിക്ക് ഓർമ്മ വരാൻ എന്താണെന്നറിയാം, എൻ്റെ ഏട്ടത്തിൻ്റെ മോനില്ലേ, കുഞ്ഞുമോന്, ഓന് സുന്നത്ത് കഴിഞ്ഞിട്ട് എൻ്റെ വെക്കേഷനിലായിരുന്നു കേട്ടോ, സ്കൂൾ വെക്കേഷനിലായിരുന്നു. അപ്പോൾ ഞാനാണ് കേട്ടോ അവിടെ പോയി നിന്നത്. ഓൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കൂലല്ലോ, അപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളുണ്ടാകുമ്പോൾ പിന്നെയും കുറച്ച് സമയം ഇങ്ങനെ എൻഗേജ്ഡായിട്ട് ഇരുന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ ആൺകുട്ടികൾ അടങ്ങി നിൽക്കുന്ന പരിപാടി ഇവർക്കില്ലല്ലോ. അങ്ങനെ ആ ഒരു സമയത്താണ് കേട്ടോ അവർ ഈ മുറിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്നും അടങ്ങിക്കുമല്ലോ. അപ്പോൾ അവർ ഒന്ന് തടിച്ച് ഒന്ന് നല്ല ഉഷാറാവും. അങ്ങനെ ഒന്ന് നന്നായിട്ട് തടിച്ച് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞതോട് കൂടിയിട്ട് ഇങ്ങനെ സുന്നത്ത് കഴിഞ്ഞിട്ട് എണീറ്റിട്ട്, പള്ളിക്കൂടൽ കഴിഞ്ഞിട്ട് എണീറ്റിട്ട് ഒരു സൈക്കിള് വാങ്ങിച്ച് 2 ദിവസം അത് ഓടിച്ചപ്പോഴത്തേക്ക് ആൾ പഴയ കോലത്തിലായി കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ എനിക്ക് ഈ സുന്നത്ത് കല്യാണം എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക. ഇവർ പിന്നെയും അടങ്ങിയിരിക്കില്ലല്ലോ, പിന്നെ ഇവർ പഴയ പടിയിലേക്ക് തന്നെ ആയിരിക്കുമല്ലോ. ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എവിടെയും അടങ്ങിയിരിക്കുന്ന പരിപാടി അവർക്കില്ലല്ലോ. എല്ലാ ആൺകുട്ടികളും എനിക്ക് തോന്നുന്നു ഒരുവിധം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന്. നിസ്കരിക്കാൻ പോയി, നിസ്കാരം അറിയാം. അപ്പം ഇനി നമ്മൾ മെയിൻ ചടങ്ങായ ഫുഡ് അടിക്കലിലേക്ക് കിടക്കട്ടെ കേട്ടോ. നല്ല ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയുമാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇതിപ്പോൾ നമ്മൾ ചുണ്ടയിലാട്ടോ വന്നിട്ടുള്ളത്. ഇത് എൻ്റെ മൂത്തച്ചീൻ്റെ അനിയത്തീൻ്റെ മോളുടെ നിക്കാഹാണ് കേട്ടോ ഇന്ന്. അതായത് റഫീഖാൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ അനിയത്തീൻ്റെ മോളുടെ. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ ആയിരുന്നു നിക്കാഹ്. അപ്പോൾ സാലിഫ് ഖാൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. ഞാൻ വിചാരിച്ചു വൈകുന്നേരമായിരിക്കും പോവാന്ന്, പക്ഷേ 5 മണിയൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് വരാനുള്ള ടൈമൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ വന്നു. അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റ് നിക്കാഹിൻ്റെ ആ ഒരു സമയം, നിക്കാഹ് തുടങ്ങിയതിന് തൊട്ട് മുമ്പ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുണ്ട പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നിക്കാഹ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഇപ്പോൾ നമ്മൾ ഇവിടെ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ ചെക്കൻ്റെ ഭാഗത്തുനിന്ന് വന്ന കുറച്ച് പേരിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പേര്. അപ്പോൾ അവരൊക്കെ വന്നു സംസാരിച്ചു. റഫീഖാനെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായി. പിന്നെ എന്നെയും അറിയുന്നവരുണ്ടായിരുന്നു. അങ്ങനെ കണ്ട് സംസാരിച്ചൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ, എനിക്കറിയാത്ത ആളല്ലേ, പ്രത്യേകിച്ച് ചെക്കൻ്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ആരെയും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർ വന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഓരോരോ കാര്യങ്ങളും.
അപ്പോൾ ഇനി റഫീഖക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഞാൻ വീട്ടിലേക്ക്, റഫീഖ് ഡ്യൂട്ടിക്ക് കേട്ടോ. അതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തുതന്നെയായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.